ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം: ഒരു സമാന്തര ശ്രേണിയുടെ 4-ാം പദം 31-ഉം 6-ാം പദം 47-ഉം ആയാൽ ആദ്യ പദം എത്ര? നമുക്കറിയാലോ, n-ാം പദം എന്ന് പറയുന്നത് എത്രയാണ്? a+n-1 ഇൻറ്റു d ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 4-ാം പദം 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് മീൻ ചെയ്യുന്നത്? a+4 - 1 3d എന്ന് പറയുന്നത് 31, ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് 6-ാം പദം 47. 6-ാമത്തെ പദം 47 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a+5d ഇസ് ഈക്വൽ ടു 47, ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യുന്നു. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -2d ഇസ് ഈക്വൽ ടു -47 നിന്നും 31 മൈനസ് ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. ഈ മൈനസും ക്യാൻസൽ ചെയ്തിട്ട് d എന്ന് പറയുന്നത് നമുക്ക് 8 എന്ന ആൻസർ കിട്ടും അല്ലേ. 16/2 8 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിലേതിലെങ്കിലും ഒരു ഇക്വേഷനിൽ ഡിയുടെ വില നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a+3 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 31. എ എന്ന് പറയുന്നത് 31 മൈനസ് n3 24 എന്ന് കിട്ടും. എയുടെ വില എന്ന് പറയുന്നത് 31-ൽ നിന്നും 24 മൈനസ് ചെയ്യുമ്പോൾ 7 എന്ന് കിട്ടും. ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്ലസ് എന്നാൽ ഹരണം എന്നാൽ മൈനസ് എന്നാൽ ഇൻറ്റു എന്നാൽ പ്ലസ് ആയാൽ 48 + 16 ഹരിക്കണം 4 - 2 ഇൻറ്റു 8. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. 48 കഴിഞ്ഞിട്ട് പ്ലസ് ആണ്, പക്ഷേ പ്ലസ്സിന് പകരം എന്താണ് തന്നിരിക്കുന്നത്? ഹരണമാണ് തന്നിരിക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് 16 ഹരിക്കണം 4, ഹരണത്തിന് പകരം നമുക്ക് മൈനസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4 - 2 മൈനസ് എന്ന് പറയുന്നത് ഇൻറ്റു ആണ്. 2 ഇൻറ്റു 8, ഇൻറ്റുവിന് പകരം പ്ലസ് ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതങ്ങ് ചെയ്താൽ മതി. ബോർഡ് മാസ് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ബ്രാക്കറ്റ് ഒന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. ഡിവിഷൻ ചെയ്യുമ്പോൾ 48 ഹരിക്കണം 16 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ആണ്. -4 ഇൻറ്റു 2 + 8. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത് അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ 4 ഇൻറ്റു 2, അപ്പോൾ 3 - 8 + 8. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -8ഉം 8ഉം കൂടിയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് 3 എന്നാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 10 - 5 + 10 ഹരിക്കണം 2 ഇൻറ്റു 5. ഇതിൻ്റെ വാല്യൂ നമുക്ക് കാണണം. അപ്പോൾ ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് തന്നെയാണല്ലോ ഇവിടെയും ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. 10 - 5 + 10 ഹരിക്കണം 2 ഇൻറ്റു 5. ഓക്കെ, ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ബോർഡ് മാസ് റൂൾ വെച്ച് ഡിവിഷനാണ് ചെയ്യേണ്ടത്. 10 ഹരിക്കണം 2 5 ആണ്. അപ്പോൾ 10 - 5 + 5 ഇൻറ്റു 5. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത് അല്ലേ. 5 ഇൻറ്റു 5 25. 10 - 5 + 25. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 10-ൽ നിന്നും 5 മൈനസ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. പ്ലസ് 25 ഇസ് ഈക്വൽ ടു 25 5 30 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു വരിയിൽ പി മുന്നിൽ നിന്ന് 8-ാമതും ക്യൂ പിന്നിൽ നിന്ന് 7-ാമതുമാണ്. അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ പി എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് 15-ാമതായി എങ്കിൽ ആ വരിയിൽ ആകെ എത്ര ആളുകളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് വരിയിലെ ആകെ ആളുകളുടെ എണ്ണമാണ് കാണേണ്ടത്. തന്നിരിക്കുന്നത് എന്താണ്? പി എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് 8-ാമതാണ്. അപ്പോൾ ഇതാണ് ഒരു വരി എന്ന് വിചാരിച്ചു. പി മുന്നിൽ നിന്നും 8-ാമത് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ക്യൂ പിന്നിൽ നിന്ന് 7-ാമതാണ്. ക്യൂ എന്ന് പറയുന്നത് പിന്നിൽ നിന്ന് 7-ാമതാണ്. ഓക്കെ, എവിടെ വേണമെങ്കിലും വരയ്ക്കാം. നമ്മളിവിടെ കൊടുത്തു ക്യൂ എന്ന് പറയുന്നത് 7-ാമതാണ് എന്ന് നമുക്ക് തന്നു. ഇനി അവർ പരസ്പരം സ്ഥാനം മാറുമ്പോൾ പി എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് 15-ാമതായി. അപ്പോൾ സ്ഥാനം മാറിയപ്പോൾ പി എന്തായിട്ട് മാറി? 15-ാമതായിട്ട് മാറി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഇത് തന്നെയാണ് വരി. പി എന്ന് പറയുന്നത് എന്തായി? 15-ാമതായിട്ട് മാറി.
മുന്നിൽ നിന്നാണ് 15ാമത്. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഇനി ക്യൂവിൻ്റെ സ്ഥാനം തന്നിട്ടില്ല. അപ്പോൾ പി വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ എന്താണ് സംഭവിച്ചത്? പിയുടെ പൊസിഷൻ മാത്രം നോക്കിയാൽ മതി. ആദ്യം പി എത്രയായിരുന്നു? മുന്നിൽ നിന്നും 8ാമതായിരുന്നു. ആദ്യം പി എന്ന് പറയുന്നത് മുന്നിൽ നിന്നും 8ാമതായിരുന്നു. ഇപ്പോൾ പി എന്ന് പറയുന്നത് മുന്നിൽ നിന്നും 15ാമതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഇവർ തമ്മിൽ പരസ്പരം മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. പരസ്പരം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഉണ്ടായിരുന്നത് പുറകിൽ നിന്നും 7ാമതാണ്. അവിടെയാണ് ഇപ്പോൾ എന്തിരിക്കുന്നത്? പി ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ പിയുടെ ഈ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? മുന്നിൽ നിന്നും 15ാമതാണ്. അതേപോലെ തന്നെ എന്താണ്? ക്യൂയുടെ സ്ഥാനത്താണ് ഇപ്പോൾ പി ഇരിക്കുന്നത്. അതായത് പുറകിൽ നിന്നും എന്താണ്? 7ാമതാണ് അല്ലേ? അപ്പോൾ ആകെയുള്ള വില നമുക്ക് കാണാമല്ലോ. മുന്നിൽ നിന്നും ഒരു ക്യൂവിൽ മുന്നിൽ നിന്നും 15ാമതും പിന്നിൽ നിന്ന് 7ാമതും ആണെങ്കിൽ ആകെ ആളുകളുടെ എണ്ണം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 15ഉം 7ഉം കൂടി ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 15ഉം 7ഉം 22. 22ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ 21 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. ഒന്നുമില്ല, പൊസിഷൻസ് ഒന്ന് ജസ്റ്റ് നോക്കുക. എന്നിട്ട് നമുക്ക് ടോട്ടൽ കിട്ടാനായിട്ട് 2 പൊസിഷനും കൂടിയിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇവിടെ 2 തവണ, ഇവിടെ മുന്നിൽ നിന്നും 15ാമത്, ഇവിടെ പിന്നിൽ നിന്നും 7ാമത്. അപ്പോൾ ആകെ എണ്ണം കിട്ടാനായിട്ട് ഈ 15ഉം 7ഉം കൂടിയിട്ട് ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു. 1 കുറയ്ക്കാൻ എന്താണ് കാരണം? 2 തവണ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? 15ഉം ഈ പി എന്ന് പറയുന്ന പൊസിഷനാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ പിയുടെ പൊസിഷൻ 15ാമതാണ് 7ാമതാണ്. അപ്പോൾ 2ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 2 തവണയാണ് ആ ഒരു പൊസിഷൻ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1 മൈനസ് ചെയ്യുന്നത്. ഓക്കെ. അല്ലെ കൺഫ്യൂഷനൊന്നും വേണ്ട. ആകെ എണ്ണം കാണാനായിട്ട് 2 പൊസിഷനും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും 1 കുറച്ചാൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് വെച്ച് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വ്യത്യസ്തമായ ഗ്രൂപ്പ് ഏത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 5, 125, 9, 729, 12, 1728, 15, 225. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ പെയർ കൺസിഡർ ചെയ്യുമ്പോൾ 5ഉം 125 തമ്മിലുള്ള റിലേഷൻ എന്താണ്? 5ൻ്റെ ക്യൂബാണ് അല്ലേ? 5ൻ്റെ ക്യൂബാണ് 125. അതേപോലെ തന്നെ 9ൻ്റെ ക്യൂബാണ് 729. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 12ൻ്റെ ക്യൂബാണ് 1728. നെക്സ്റ്റ് നോക്കുമ്പോൾ 15ആണ്. പക്ഷെ 15ൻ്റെ സ്ക്വയറാണ് 225 എന്ന് വരുന്നത് അല്ലേ? ക്യൂബല്ല, സ്ക്വയറാണ്. അതുകൊണ്ട് വ്യത്യസ്തമായ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 15, 225 ആണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.